മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെയുള്ള റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങളുടെ മേഖലാതല ഉദ്ഘാടനം കൊച്ചിയിൽ നടന്നു. വൈറ്റില മൊബിലിറ്റി ഹബ്ബിൽ നടന്ന പരിപാടി എറണാകുളം ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫീറുള്ള ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരങ്ങളായ ബാല, നമിത പ്രമോദ് തുടങ്ങിയവരും പങ്കെടുത്തു. കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. ബഹുജന പങ്കാളിത്തത്തോടെ നിയമലംഘകരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ ബോധവൽക്കരണ പരിശീലനം നൽകുന്ന പദ്ധതിക്ക് മോട്ടോർ വാഹന വകുപ്പ് തുടക്കമിട്ടിരിക്കുകയാണ്. റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങളുടെ മേഖലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ കെ മുഹമ്മദ് വൈ സഫീറുള്ള നിർവഹിച്ചു. നടൻ ബാല റോഡ് സുരക്ഷാ സന്ദേശം നൽകി. ആദ്യം സ്ക്രീൻ ഗാർഡ്, അതിനുശേഷം പൗച്ച്, അതിനുശേഷം അത് വെക്കാൻ ഒരു ബാഗ്, അല്ലേ? ഒരു 6000 റുപ്പീസോടെ മൊബൈലിക്ക് വേണ്ടി നമ്മൾ ഇത്രയും ചെയ്യും. പക്ഷെ ജീവനുള്ള ഒരാൾ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ തലയ്ക്ക് വേണ്ടി ഒരു ഹെൽമെറ്റ് കൊടുത്താൽ എന്താ കുഴപ്പം? നടി നമിത പ്രമോദ് റോഡ് സുരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് SCMS കോളേജ് വിദ്യാർത്ഥികൾ ബസ്സുകളിൽ കയറി ഹെൽമറ്റ് ധരിക്കൽ ബോധവൽക്കരണം നടത്തി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബക്രീദും ഓണവും പ്രമാണിച്ച് അടുത്ത ആഴ്ച 5 ദിവസം ബാങ്ക് അവധി. രണ്ടാം ശനിയും ഞായറും കൂടി ചേരുമ്പോൾ നാളെ മുതൽ തുടർച്ചയായുള്ള 7 ദിവസങ്ങൾ അവധിയാണ്. തുടർച്ചയായി അവധി വരുന്നത് ബാങ്ക് ഇടപാടുകളെ സ്തംഭിപ്പിക്കും. ഇതിനിടെ 15-ന് മാത്രമാണ് ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കുക. ATM സർവീസ് മുടങ്ങാതിരിക്കാൻ ശ്രമിക്കുമെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു. ഓണവും ബക്രീദും രണ്ടാം ശനിയും ഞായറുമെല്ലാം ഒന്നിച്ചെത്തുമ്പോൾ നാളെ മുതൽ 7 ദിനങ്ങൾ സംസ്ഥാനത്ത് അവധിയാണ്. നാളെ രണ്ടാം ശനി, മറ്റന്നാൾ ഞായർ, തിങ്കളാഴ്ച ബക്രീദ്, ചൊവ്വയും ബുധനും ഉത്രാടവും തിരുവോണവും. വ്യാഴാഴ്ച മൂന്നാം ഓണത്തിന് ബാങ്കുകൾക്ക് അവധിയില്ല. എന്നാൽ വെള്ളിയാഴ്ച ശ്രീനാരായണ ഗുരു ജയന്തി പ്രമാണിച്ച് വീണ്ടും ബാങ്ക് അവധിയാണ്. അതിനാൽ വ്യാഴാഴ്ച പല ജീവനക്കാരും അവധിയെടുത്തേക്കും. ശനിയാഴ്ചയും ജീവനക്കാർ അവധിയെടുത്താൽ തിങ്കളാഴ്ച വരെ ബാങ്ക് ഇടപാടുകൾ പ്രതിസന്ധിയിലാകുമെന്ന് ചുരുക്കം. ഉത്സവ ദിനങ്ങളിൽ കൂടുതൽ പണം പിൻവലിക്കപ്പെടുന്നതിനാൽ ATMകളും പതിവിലും വേഗത്തിൽ കാലിയാകും. അതേസമയം പണം തീരുന്നവരൊക്കെ ATMകളിൽ വീണ്ടും പണം നിറയ്ക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. ഇന്ന് ATMകളിൽ പരമാവധി പണം നിക്ഷേപിക്കും. SBT അടക്കമുള്ള ചില ബാങ്കുകൾ അവധി ദിനങ്ങളിലും ATMൽ പണം നിക്ഷേപിക്കാനായി സമാന്തര സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എങ്കിലും 19-ന് തിങ്കളാഴ്ച മുതലേ ഇനി ബാങ്കുകളുടെ പ്രവർത്തനം സാധാരണഗതിയിലാകൂ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പത്തനംതിട്ട ചിറ്റാറിൽ ഓണാഘോഷത്തിനിടെ ജെയിൻ വീലിൽ നിന്ന് കുട്ടി തെറിച്ചു വീണ് മരിക്കാനിടയായ കാർണിവൽ സംഘടിപ്പിച്ചത് പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ. കാർണിവൽ നടത്തുന്നതിനായി പഞ്ചായത്ത് വിനോദ നികുതി കൈപ്പറ്റിയിരുന്നെങ്കിലും രേഖാമൂലം അനുമതി നൽകിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സീതത്തോട് സ്വദേശിയായ 5 വയസ്സുകാരൻ അലൻ മരിച്ചത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ചിറ്റാറിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി കാർണിവൽ സംഘടിപ്പിച്ചത് അനുമതിയില്ലാതെയാണെന്നാണ് വ്യക്തമാകുന്നത്. അഗ്നിശമന സേന, പോലീസ്, പൊതുമരാമത്ത് വകുപ്പ്, KSEB എന്നീ വകുപ്പുകളുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ കാർണിവൽ നടത്താൻ പഞ്ചായത്ത് അനുമതി നൽകാൻ പാടുള്ളൂ. എന്നാൽ 20,000 രൂപ വിനോദ നികുതിയായി കൈപ്പറ്റി വാക്കാലുള്ള അനുമതിയാണ് പഞ്ചായത്ത് അധികൃതർ നൽകിയത്. രേഖാമൂലമുള്ള ഒരു അനുമതിയുമില്ലാതെയാണ് കാർണിവൽ നടത്തി വന്നിരുന്നതും. നമ്മൾ ലൈസൻസ് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ പഞ്ചായത്തിൽ അവർ അപേക്ഷ വെച്ച പ്രകാരം നമ്മൾ വിനോദ നികുതി മാത്രമേ ഈടാക്കിയിട്ടുള്ളൂ. അതായത് പാസ് വെച്ച് ഒരു പരിപാടി നടത്തുന്നതിന് പഞ്ചായത്ത് വിനോദ നികുതി ഏർപ്പെടുത്താം. അത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. കാർണിവലിന് ഉപയോഗിച്ച ജയന്റ് വീലാകട്ടെ തുരുമ്പെടുത്തതുമാണ്. ജയന്റ് വീലിൽ കയറുന്നവർക്ക് ഒരു സുരക്ഷിതത്വവും സംഘാടകർ ഒരുക്കിയിരുന്നുമില്ല. പ്രായപരിധി പോലും ലംഘിച്ചാണ് കുട്ടികളെ കയറ്റിയതെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സീതത്തോട് സ്വദേശിയായ 5 വയസ്സ് പ്രായമുള്ള അലൻ ജയന്റ് വീലിൽ നിന്നും തെറിച്ചു വീണ് തൽക്ഷണം മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന അലന്റെ സഹോദരി പ്രിയങ്ക ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിന് ശേഷം കാർണിവലിന്റെ സംഘാടകർ ഒളിവിൽ പോവുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സംസ്ഥാനത്ത് മിൽമ പാലിന് അധിക വില ഈടാക്കി വ്യാപാരികളുടെ കൊള്ളയടി. 19 രൂപയുടെ പാലിന് 20 രൂപയാണ് വ്യാപാരികൾ ഈടാക്കുന്നത്. അമിതവില ഈടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും മിൽമ ഇടപെടുന്നില്ല. പ്രതിമാസം 7 കോടിയിലധികം രൂപയാണ് വ്യാപാരികൾ ഇത്തരത്തിൽ കൊള്ളയടിക്കുന്നത്. മിൽമ പാലിന്റെ പാക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനേക്കാൾ കൂടിയ വിലയ്ക്ക് പാൽ വിൽക്കുന്നുവെന്ന വ്യാപക പരാതിയെ തുടർന്നാണ് ഞങ്ങൾ ഒരു അന്വേഷണം നടത്തിയത്. അംഗീകൃത മിൽമ ബൂത്തുകളിലും മറ്റും വിൽക്കുന്ന പാൽ പാക്കറ്റിന്റെ വിലയേക്കാൾ 1 രൂപ അധികമായി വ്യാപാരികൾ ഈടാക്കുന്നുവെന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. പാലിന്റെ വിലയെക്കുറിച്ച് തർക്കിച്ചാൽ പരിചയക്കാർക്ക് ചില്ലറയില്ല എന്ന കാരണം പറഞ്ഞ് പകരം മിഠായി നൽകുകയും അല്ലാത്തവർക്ക് പാലില്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയുമാണ് ഇവർ ചെയ്യുക. പ്രതിദിനം 13 ലക്ഷം ലിറ്റർ പാലാണ് മിൽമ വിപണിയിലെത്തിക്കുന്നത്. ഉത്സവ സീസണിലെ വിൽപ്പന ഇതിൻ്റെ 2 ഇരട്ടിയാകും. പ്രതിദിനം ഒരു ഉപഭോക്താവിൽ നിന്നും ചെറിയ തുകയാണെങ്കിലും 1 രൂപ പ്രകാരം വ്യാപാരി ഈടാക്കുമ്പോൾ ഒരു മാസം ഇതിലൂടെ വ്യാപാരികൾക്ക് ലഭിക്കുന്നത് 7.5 കോടിയോളം രൂപയാണ്.
സാധനങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും കൃത്യമായി നിയമങ്ങളും മറ്റും നിലവിലുള്ള നാട്ടിലാണ് ഈ പകൽക്കൊള്ള നടക്കുന്നത്. ക്യാമറാമാൻ വിഷ്ണുരാജിനൊപ്പം ഷാജഹാൻ. കൊച്ചിയിൽ ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച പരിപാടിക്ക് നേരെ ഭീകരാക്രമണ ഭീഷണി. പാരീസ് ഭീകരാക്രമണ മാതൃകയിൽ വേദിയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റുമെന്നായിരുന്നു ഭീഷണി. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് വേദി മറ്റൊരിടത്തേക്ക് മാറ്റി. കനത്ത സുരക്ഷയിലാണ് പരിപാടി നടന്നത്. ഭീകരവാദത്തിനെതിരെ ഇന്നലെ കൊച്ചിയിൽ ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച പരിപാടിക്ക് നേരെയാണ് ഭീകരാക്രമണ ഭീഷണിയുണ്ടായത്. രാഹുൽ ഈശ്വർ ആയിരുന്നു മുഖ്യാതിഥി. ഉച്ചയോടെ ഭീഷണി സംബന്ധിച്ച കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് സംസ്ഥാന പോലീസിന് ലഭിച്ചു. ചടങ്ങിലേക്ക് വാഹനം ഓടിച്ചു കയറ്റി പാരീസ് മാതൃകയിൽ ഭീകരാക്രമണം നടത്തുമെന്നായിരുന്നു ഭീഷണി. രാഹുൽ ഈശ്വർ പങ്കെടുക്കുന്നതിനുള്ള എതിർപ്പാണ് ഭീഷണിക്ക് കാരണമെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് നിന്നും ചടങ്ങിൽ പങ്കെടുക്കാൻ വരികയായിരുന്ന രാഹുൽ ഈശ്വറിനെ പനങ്ങാട് സ്റ്റേഷനിൽ വെച്ച് പോലീസ് തടഞ്ഞു. പിന്നീട് കനത്ത സുരക്ഷയിലാണ് യോഗസ്ഥലത്തെത്തിച്ചത്. ഹൈക്കോടതിക്ക് സമീപമായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്ന വേദി. പിന്നീട് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ വേദി സെന്റ് ആൽബർട്ട്സ് കോളേജിലേക്ക് മാറ്റി. കനത്ത സുരക്ഷയിലായിരുന്നു പരിപാടി നടന്നത്. നഗരത്തിൽ വ്യാപകമായി വാഹന പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കണ്ണൂരിൽ വ്യവസായി ഭാര്യയെ വീടിനുള്ളിൽ പൂട്ടിയിട്ടു. താഴെപ്പടിക്കലിലെ നാരായണനാണ് ഭാര്യ യമുനയെ പൂട്ടിയിട്ടത്. നാരായണൻ ഇപ്പോൾ താമസിക്കുന്നത് മറ്റൊരു സ്ത്രീക്കൊപ്പമാണ്. ഇതേ തുടർന്ന് കോടതി വിധിയോടെയാണ് യമുന ഭർത്താവിൻ്റെ വീട്ടിലെത്തിയത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ജോഷില ചേരുകയാണ്. ജോഷില, എന്താണ് സംഭവം? കുടുംബവഴക്കാണോ മറ്റു വിവരങ്ങൾ? ജോർജറ്റ് കണ്ണൂർ കളരിവാതുക്കൽ സ്വദേശിയും പ്രമുഖ വ്യവസായിയുമായ താഴെപ്പടിക്കൽ ഇല്ലത്തിൽ നാരായണന്റെ ഭാര്യ യമുനയാണ് ഇന്നലെ മുതൽ വീട്ടിൽ അടച്ചുപൂട്ടി ഭക്ഷണം പോലും കൊടുക്കാതെ പട്ടിണിക്കിട്ടത്. ഭർത്താവ് ബന്ധം നിലനിൽക്കെ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വീട്ടിൽ താമസിപ്പിച്ചിരുന്നു. വേലക്കാരിയെന്നാണ് അയൽവാസികളെ ധരിപ്പിച്ചത്. ഇവരിൽ ഒരു കുട്ടിയുമുണ്ട്. ഭാര്യ യമുനയെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി യമുനയ്ക്ക് ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാമെന്ന് വിധിച്ചിരുന്നു. കോടതി വിധിയുമായി പോലീസാണ് യമുനയെ വീട്ടിലെത്തിച്ചത്. എന്നാൽ വീട്ടിൽ നിന്നും ഭർത്താവും രണ്ടാം ഭാര്യയും ബാത്റൂം അടക്കം അടച്ചുപൂട്ടി ഇന്നലെ ഭക്ഷണം കൊടുക്കാതെ വീടിന്റെ ഗേറ്റും അടച്ച് പുറത്തേക്ക് പോവുകയായിരുന്നു. അന്യ സംസ്ഥാന തൊഴിലാളികളെ വീട്ടിനകത്ത് കയറി കിടക്കാൻ അനുവാദം നൽകിയാണ് ഇവർ ഗേറ്റ് അടക്കം അടച്ച് രാത്രി ഈ സ്ത്രീയെ തനിച്ചാക്കിക്കൊണ്ട് പുറത്തേക്ക് പോയത്. രാവിലെ പോലും ഭക്ഷണം അകത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ എടുത്തിരുന്നില്ല. മാത്രമല്ല ഗേറ്റ് അടച്ചുപൂട്ടിയതിനാൽ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാനും കഴിഞ്ഞിരുന്നില്ല. ബന്ധുക്കൾ രാവിലെ വന്ന് ഉച്ചയോടുകൂടി ഭക്ഷണം ഗേറ്റിനകത്തേക്ക് കൊടുത്താണ് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ഉണ്ടായത്. പോലീസിനെ വിളിച്ചറിയിച്ചിട്ടും പോലീസ് സ്ഥലത്തെത്തിയില്ലെന്നും യമുന ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് പ്രശ്നം ഗുരുതരമാകുമെന്ന് കണ്ടാണ് വീടിനുള്ളിലുള്ള ഒരാൾ വന്ന് ഗേറ്റ് തുറക്കാൻ പോലും തയ്യാറായത്. ജോഷില, ഇപ്പോഴും ഇവരെ പൂട്ടിയിട്ട സ്ഥിതിയിൽ തന്നെയാണോ? ഗേറ്റ് തുറക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ? ജോർജറ്റ്, ഗേറ്റ് തുറന്ന ശേഷം ഞങ്ങളും അകത്ത് കയറുകയുണ്ടായി. ഞങ്ങൾ ആ സ്ത്രീയോട് സംസാരിക്കുകയുണ്ടായി. അവരാണ് ഈ കാര്യങ്ങളടക്കം എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് സംസാരിച്ചത്. ഇതുവരെ എന്താണ് സംഭവിച്ചതെന്നും ഇവരെ ഇതുവരെ വീട്ടിൽ നിന്ന് വെച്ച് പീഡിപ്പിക്കുകയായിരുന്നെന്നും കോടതി വിധി പോലും നടപ്പാക്കാൻ ഭർത്താവ് അടക്കം വിസമ്മതിച്ചു എന്നും എങ്ങനെയെങ്കിലും പലപ്പോഴും കൊല ചെയ്യാൻ പോലും ഇവർ ശ്രമിച്ചിരുന്നു എന്നുമാണ് ആ സ്ത്രീ ഞങ്ങളോട് പറഞ്ഞത്. ജോഷിലാണ് വിവരങ്ങൾ നൽകിയത്. വർഷത്തിൽ 1,00,000-ലധികം തെരുവുനായ ആക്രമണങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച പരാതികൾ കേൾക്കാനായി സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിക്ക് ലഭിച്ചത് കേവലം 20-ൽ താഴെ മാത്രം പരാതികളെന്ന് ജസ്റ്റിസ് എസ് സിരിജഗൻ. തെരുവുനായ്ക്കൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച പരാതികൾ സ്വീകരിക്കുന്നതിനായി സുപ്രീം കോടതി നിയോഗിച്ച ജസ്റ്റിസ് എസ് സിരിജഗൻ കമ്മിറ്റിയുടെ ഓഫീസ് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് സുപ്രീം കോടതി ഇത്തരമൊരു കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. എന്നാൽ തെരുവുനായ നിയന്ത്രണം കമ്മിറ്റിയുടെ പരിഗണനയിലില്ല. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന തെരുവുനായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരം പരാതികൾ കേൾക്കാൻ സുപ്രീം കോടതി ജസ്റ്റിസ് എസ് സിരിജഗൻ കമ്മിറ്റിയെ നിയോഗിച്ചിട്ട് മാസങ്ങളായി. ഇതുവരെ കമ്മിറ്റിക്ക് മുന്നിൽ ലഭിച്ചത് 20-ൽ താഴെ പരാതികൾ മാത്രം. തെരുവുനായ ആക്രമണത്തിന് പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുക, സർക്കാർ ആശുപത്രികളിൽ പേവിഷബാധയ്ക്കുള്ള വാക്സിനുകളുണ്ടെന്ന് ഉറപ്പുവരുത്തുക, രോഗിക്ക് ശരിയായ ചികിത്സ ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക തുടങ്ങിയവയാണ് കമ്മിറ്റിയുടെ പരിഗണനയിൽ വരുന്ന കാര്യങ്ങൾ. കമ്മിറ്റി സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് സുപ്രീം കോടതിയാണ്. കമ്മിറ്റി അധ്യക്ഷൻ ജസ്റ്റിസ് എസ് സിരിജഗൻ. വർഷം തോറും 1,00,000-ൽ കൂടുതൽ പട്ടികടി കിട്ടിയ ഉണ്ടായിട്ടും ഞങ്ങൾക്ക് ഇതുവരെ 20-ൽ താഴെ ക്ലെയിംസേ കിട്ടിയിട്ടുള്ളൂ. അതൊരു വളരെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ്. അതേസമയം തെരുവുനായ നിയന്ത്രണം നിലവിൽ കമ്മിറ്റിയുടെ പരിഗണനയിൽ ഇല്ലെന്നും ജസ്റ്റിസ് സിരിജഗൻ വ്യക്തമാക്കി. ഞങ്ങളുടെ സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. അപേക്ഷ കിട്ടുന്നതിനനുസരിച്ച് ഓരോ ജില്ലയിലും കമ്മിറ്റി സിറ്റിംഗ് നടത്തും. തെരുവുനായ തന്നെയാണ് കടിച്ചതെന്ന് അപേക്ഷകൻ മെഡിക്കൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ കമ്മിറ്റിയെ ബോധിപ്പിക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് ലോക്കൽ അതോറിറ്റികൾ സാക്ഷ്യപ്പെടുത്തുകയും വേണം. വളർത്തുമൃഗങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായാലും പരാതി നൽകാം.
തിരുവനന്തപുരത്ത് തെരുവുനായ ആക്രമണത്തിൽ മരണപ്പെട്ട വൃദ്ധയുടെ കുടുംബത്തിന് 40,000 രൂപയാണ് നഷ്ടപരിഹാരമായി അനുവദിച്ചത്. എറണാകുളം പരമന റോഡിലെ UPAD ബിൽഡിംഗിലാണ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചത്. നിയമ സെക്രട്ടറി BJ ഹരീന്ദ്രനാഥ്, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ R രമേശ് എന്നിവരാണ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ. ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി @gmail.com എന്ന വിലാസത്തിൽ ഇമെയിലായും പരാതികൾ സമർപ്പിക്കാം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോഴിക്കോട് പുതിയറ BEM സ്കൂളിൽ സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം. ഓണസദ്യയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ വിഭവങ്ങൾ നശിപ്പിച്ചു. അടുക്കളയിലും പരിസരത്തും മനുഷ്യ വിസർജ്യം വിതറി. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് അലങ്കോലമാക്കിയ ഓണാഘോഷ പരിപാടികൾ ജനകീയ ഇടപെടലിൽ കുട്ടികൾ കെങ്കേമമാക്കി. ഓണക്കോടിയുടുത്ത് ഓണപ്പൂക്കളം തീർക്കാനായി സ്കൂൾ മുറ്റത്തെത്തിയ കുരുന്നുകളുടെ നെഞ്ചിലേക്കായിരുന്നു സാമൂഹ്യവിരുദ്ധർ തീകോരി ഒഴിച്ചത്. ഓണസദ്യയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ പച്ചടിയും അവിയലുമെല്ലാം നശിപ്പിച്ചു. അടുക്കളയിലും പരിസരത്തും മാലിന്യം വിതറി. രാവിലെ സ്കൂളിലെത്തിയ പ്രധാന അധ്യാപികയാണ് വിവരം പോലീസിൽ അറിയിച്ചത്. ഇപ്പോൾ രാവിലെ വന്ന് സ്കൂള് തുറന്നു കിടക്കുന്ന ഓഫീസ് റൂം തുറന്നു കിടക്കുന്ന കണ്ടു. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി നോക്കിയ സമയത്ത് കുട്ടികൾക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിയിഞ്ചി പച്ചടി ഇതൊക്കെ ആകെ നശിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഓഫീസ് ഫയലുകൾ 4 അലമാറകളും തുറന്ന് ഫയലുകളൊക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നതാണ് കണ്ടത്. ഓഫീസ് റൂമും അതേപോലെ തന്നെ കിച്ചണും ഒക്കെ മലമൂത്ര വിസർജനം നടത്തി വൃത്തികേടാക്കിയിട്ടിരിക്കുന്നു. സ്കൂൾ പരിസരത്ത് ഇന്നലെ അപരിചിതരെ കണ്ടതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടർ N പ്രശാന്ത് അറിയിച്ചു. എന്താണെന്ന് ഇവർക്ക് തൽക്കാലം ആർക്കൊന്നും ഒരു ധാരണയില്ല. പക്ഷേ എൻക്വയറി നടത്തിയിട്ട് ഉറപ്പായിട്ട് നടപടി എടുപ്പിക്കും. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണത്തിൽ ആദ്യമൊന്ന് പകച്ചെങ്കിലും BM സ്കൂളിലെ ഓണാഘോഷം കെങ്കേമമായി നടന്നു. ഓണപ്പൂക്കളം തീർത്തും ഓണസദ്യ കഴിച്ചും ഓണപ്പാട്ട് പാടിയുമെല്ലാം കുട്ടികൾ ആഘോഷം പൊടിപൊടിച്ചു. നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം അബദ്ധങ്ങാർക്കും ഒട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. PV കുട്ടൻ, കോഴിക്കോട്. ആലപ്പുഴ സെന്റ് ജോസഫ് വുമൺസ് കോളേജിൽ വിപുലമായ ഓണാഘോഷം നടന്നു. കേരള വേഷത്തിലെത്തിയ വിദ്യാർത്ഥിനികൾ നൃത്തവും ഓണപ്പാട്ടുമൊക്കെയായി ആഘോഷം ഗംഭീരമാക്കി. മാവേലി തമ്പുരാനെ വരവേൽക്കാൻ കലാലയങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. വഞ്ചിപ്പാട്ടിൻ്റെയും തിരുവാതിരകളിയുടെയും അകമ്പടിയോടെയാണ് മങ്കമാർ കേരളീയ വസ്ത്രം ധരിച്ച് ഇന്ന് കലാലയങ്ങളിലെത്തിയത്. അധ്യാപകരുടെയും സഹപാഠികളുടെയും പ്രോത്സാഹനം ഏറ്റുവാങ്ങിയാണ് നൃത്ത ചുവടുകളുമായി സുന്ദരിമാർ ക്യാമ്പസ് തകർത്താടിയത്. ഇതിനിടയിൽ പ്രത്യക്ഷപ്പെട്ട മാവേലി തമ്പുരാന്റെ ഉത്കണ്ഠ അക്ഷരാർത്ഥത്തിൽ വനിതാ ക്യാമ്പസിനെ ഞെട്ടിച്ചു. ഗോവിന്ദസ്വാമി സൗമ്യയെ കൊന്നതിന് തെളിവില്ല പോലും. എന്തൊരു കാലമാണല്ലേ! നമ്മളെ സംരക്ഷിക്കാൻ നിയമത്തിന് പോലും കഴിയുന്നില്ല. ഓണസദ്യയും പാൽപ്പായസവും കഴിച്ചാണ് ഒരാഴ്ചത്തെ അവധി ആഘോഷിക്കാൻ വിദ്യാർത്ഥിനികൾ വീട്ടിലേക്ക് മടങ്ങിയത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. യുവാവിനെ കാണാനില്ലെന്ന് പരാതി. തിരുവനന്തപുരം പൊഴിയൂർ പൊയ്പ്പള്ളി വിളാകം വീട്ടിൽ ജസീന്ത പൊന്നമ്മയുടെ മകൻ അഗസ്റ്റിനെ കഴിഞ്ഞ 2.5 മാസമായി കാണാനില്ലെന്നാണ് പോലീസിന് പരാതി ലഭിച്ചത്. മാനസിക രോഗി കൂടിയായ അഗസ്റ്റിനെ ജൂൺ 25 മുതലാണ് കാണാതായത്. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണം. കശുവണ്ടി ഫാക്ടറി തൊഴിലാളികൾക്കുള്ള ഓണക്കാല ബോണസ് വിതരണം ആരംഭിച്ചു. 8,500 രൂപ ബോണസ് കുടിശ്ശിക തുകയും നൽകി മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ ബോണസ് വിതരണം ഉദ്ഘാടനം ചെയ്തു. മാസങ്ങൾ നീണ്ട പട്ടിണിക്കാലത്തിന് ശേഷം ഓണക്കാലം ആഘോഷിക്കാനൊരുങ്ങിയാണ് കൊല്ലം ജില്ലയിലെ കശുവണ്ടി തൊഴിലാളികൾ. പിണറായി വിജയൻ സർക്കാർ കശുവണ്ടി മേഖലയിലുള്ളവർക്ക് നൽകിയ വാക്കുപാലിച്ച് കശുവണ്ടി തൊഴിലാളികൾക്ക് ബോണസ് നൽകി. കല്ലുംതാഴത്തെ കാപെക്സ് ഫാക്ടറിയിൽ 8,500 രൂപ ബോണസും കുടിശ്ശികയും തൊഴിലാളികൾക്ക് നൽകി മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ബോണസ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷനും കാപെക്സും ലാഭത്തിലാക്കുകയാണ് സർക്കാരിന് മുന്നിലുള്ള വലിയ ലക്ഷ്യമെന്നും മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. അതിന് കഴിയുന്ന തരത്തിലേക്കുള്ള എല്ലാ നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കും. തൊഴിലാളികൾ കക്ഷി രാഷ്ട്രീയമൊന്നും നോക്കാതെ നമ്മുടെ നിലനിൽപ്പാണ് പ്രധാനം. ഏത് തൊഴിലാളി ആയിക്കോട്ടെ, അവർക്ക് ജോലി വേണം, കൂലി വേണം, ന്യായമായ കൂലി വേണം,
പണിയെടുക്കാനുള്ള സൗകര്യം വേണം. ശനിയാഴ്ചയ്ക്ക് മുൻപ് എല്ലാവർക്കും ബോണസ് വിതരണം ചെയ്യും. പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷത്തിലായിരുന്നു ബോണസ് കൈപ്പറ്റിയ തൊഴിലാളികൾ. ഇപ്പൊ ഈ സ്ഥാപനം തുറന്ന് ഈ ജോലി തന്നതിൽ ഞങ്ങൾക്ക് വളരെ കൂടുതൽ സന്തോഷമുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഓണം കൊള്ളാനുള്ള കാശും തന്ന് എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങൾക്ക് ഓണം കഴിഞ്ഞ് ഇതേപോലെ മുമ്പോട്ട് പോകണം. ഈ പ്രാവശ്യമുള്ള നേരത്തെ ബോണസ് തന്നത് എല്ലാ പ്രാവശ്യം കഴിഞ്ഞു, ഒത്തിരി നാളെ കഴിഞ്ഞിട്ടാണ് തന്നത്. കാഷ്യൂ കോർപ്പറേഷനിലെയും കാപാക്സിലെയും തൊഴിലാളികൾക്ക് ബോണസ് നൽകാനായി 22 കോടി രൂപയാണ് ഇടത് സർക്കാർ അനുവദിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൈരളി ടിവിയിലെ ജനപ്രിയ റിയാലിറ്റി ഷോ ആയ പട്ടുറുമാൽ പുതിയ സീസണിലേക്കുള്ള ഓഡിഷൻ മലപ്പുറം DTPC ഹാളിൽ നടന്നു. 100 കണക്കിന് പ്രതിഭകൾ ഓഡിഷനിൽ പങ്കെടുത്തു. OU ബഷീർ, ജിഷ നവീൻ, അഷ്റഫ് എടക്കര എന്നിവരാണ് ഓഡിഷൻ നിയന്ത്രിച്ചത്. നാളെ എറണാകുളം തമ്മനത്തെ കൈരളി സ്റ്റുഡിയോയിലും ഓഡിഷൻ തുടരും.